എന്നാ അമ്മ പണിയെടുക്കുന്നത്? മാച്ച് വേണ്ടിയാനപ്പാ മിറ്റടിക്കാൻ മാച്ചില്ലല്ലോ. ഇപ്പൊ ആരാണിങ്ങനെ മാച്ചിപ്പട്ടി കൊണ്ടല്ലോ മാച്ചി ആക്കുന്നത്. നമ്മളെ പോലത്തെ കുറച്ചാളുണ്ടാവും. എല്ലാരും വാങ്ങിയിട്ട് അടിക്കുന്നവരല്ലേ. നമ്മക്കൊക്കെ ഇതാണ് ഇഷ്ടം. മിറ്റെല്ലാം അടിക്കാൻ വേണ്ടി നല്ല സുഖമല്ലേ ഇത്. ഇങ്ങനെ കഷ്ണാക്കിട്ട് വായന്റെ നായരെല്ലാം എടുത്ത് വെച്ചിട്ടാ. കളയാണ് എന്റെ. കുറേ ദിവസമായി ഞാൻ ഇത് ചെറുക്ക് പോയിട്ട് എടുത്തുകൊണ്ടിട്ടിച്ചു. ഇന്ന് കെട്ടാ നാളെ കെട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമയം ഇപ്പാ കിട്ടും. ഇത് ഉണക്കണ്ടേനുവാ? പച്ചയല്ലേനോ കിട്ടുമ്പോ? ഇത് എടുത്തോണ്ട് വെച്ചെടുക്കണ ഉണങ്ങിയില്ലേ? നല്ലോണം ഉണങ്ങണം. ഒരു മാച്ചി ആ വണ്ടിക്ക് എത്ര പട്ട വേണം? ഇങ്ങനത്തെ കഷ്ണം എത്ര വേണോ? 5 or 7. 7 എടുക്കൂല. അതെന്തിട്ടാ? 5 അല്ലെങ്കിൽ 7 അങ്ങനെയാണ്. എന്തിട്ടാണെന്നൊന്നും എനക്കറിയില്ല. എൻ്റെ അമ്മയാണ് ഇങ്ങനെയാ മേടിച്ചത്. എന്നാലേ അതിന്റെ ആ ഒരു ചരട് കെട്ടുമ്പില്ലേ ഒന്ന് താണിട്ട് ഒന്ന് പൊന്തിട്ട് അങ്ങനെ അങ്ങനെ വരണ്ടേ? അത് സെറ്റ് ആവാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഒറ്റ എണ്ണ എടുക്കുന്നുണ്ടാവുക. ഒന്നിക്കിൽ 5 അല്ലെങ്കിൽ 7 അല്ലേ? ഇത് മോശമാണ് ഈ പട്ട. കുറേ ആയപ്പോൾ മാറ്റൊന്നും കെട്ടാട്ടെ എല്ലാം മറന്നുപോയി. അങ്ങനെയാണല്ലോ ഇപ്പം. കെട്ടിയാലേ പറയാൻ കഴിയും ഉണ്ടാവും. ഞാനും മാച്ചിയെല്ലാം മടയിലുണ്ട് കേട്ടാ. പക്ഷേങ്കിൽ അമ്മയൊന്നും മാച്ചി കിട്ടുന്ന അത്ര സ്റ്റൈലൊന്നും കിട്ടുമൊന്നുമില്ല. അതൊരു നേക്കാണ്. പക്ഷെ ഇപ്പം കുറേ ആയി തോന്നും ഗ്യാപ്പ് വന്നിട്ട്. എങ്ങനെ ഉണ്ടാവുമോ ഒന്നും പറയാൻ പറ്റൂല. പിന്നെ ഇന്ന് ഞാൻ മാച്ചി മടയാണെന്ന് പറയുന്ന കേട്ടോണ്ട് ഞാനൊന്ന് വിചാരിച്ചതാ. പിന്നെ വീഡിയോ എടുത്താൽ ഇതൊന്നും അന്യം നിന്ന് പോയ സാധനങ്ങളാണ്. ശരിക്കും വീഡിയോ നേടി കാണാമല്ലേ ഇതൊന്നും ആക്കുന്നത്. അപ്പോൾ ഒന്ന് കണ്ടുനോക്കാം. നിങ്ങളാരും കാണാത്തവരുണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്തതാണ് വീഡിയോ. അപ്പം നമ്മൾ ഈ മാച്ചി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാത്തവരുണ്ടാവല്ലേ. ചൂല് കണ്ണൂരെല്ലാം നമ്മൾ മാച്ചി എന്നാന്ന് പറയാം. അതേ വായിൽ വരും കേട്ടോ. അതുകൊണ്ടാണ് ചൂല് മെടയുന്നതാണ് കേട്ടാ. പണ്ട് നമ്മൾ ചാണകം എഴുതിയല്ല. നമ്മളെല്ലാം അതെല്ലാം ടൈൽസ് ഇട്ടതൊന്നുമല്ലല്ലോ. ചാണകം തേക്കുന്നതല്ലേ. നമ്മൾ ഇങ്ങനത്തെ ചൂലുകൊണ്ട് തന്നെ എടുക്കുക. മാച്ചീനെ വായിൽ വരുമല്ലേ? മാച്ചീനെ വായിൽ വരും. ശരിക്ക് മാച്ചി പട്ടാന്നാണ് ഈ ഓലക്ക് പറയാം. പട്ടാന്ന് എല്ലാരും പറയും. പക്ഷെ നമ്മളൊരു എക്സ്ട്രാ മാച്ചിപ്പട്ടാന്നും കൂടെ പറയും. ഇപ്പൊ 7 എണ്ണം എടുക്കുന്ന 5 എണ്ണം എടുക്കുന്ന? കുറച്ച് വണ്ണത്തില് മുറ്റടിക്കണ്ടേ അല്ലേ? മുറ്റടിക്കുമ്പോ കുറച്ച് വണ്ണത്തിൽ തന്നെ വേണല്ലേ? അതില്ലേ അത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാണിച്ചു തരണേ. 7 എണ്ണം വെച്ചിട്ടാകുമ്പോ പണ്ട് അമ്മമ്മ മടഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് തരത്തില്ലേ? ഇങ്ങോട്ടേക്ക് വരുമ്പോ മാച്ചി തെരിയാന്ന് തോന്നല്ലേ തീരത്ത്? അത് നമുക്ക് ആക്കാൻ അറിയാം. തെരിയ ചൂടിനെ കൊണ്ട് ഓ അങ്ങനെ ചൂടി കയറ് വേണിക്കുന്നല്ല അത്. നമ്മളിങ്ങനെ ആ കൊച്ചു പറിച്ചെടുക്കൂലേ? അത് പറിച്ച് നല്ലോണം തച്ച് അതിന്റെ പൊടിയെല്ലാം കളഞ്ഞിട്ട് അതിങ്ങനെ വിരിച്ച് കയറാക്കും. ഓ അങ്ങനെ അമ്മമ്മ ആ തെരിയാക്കല്? ആ തെരിയല്ലേ ഇവിടെ ഉള്ളതല്ലേ? ഇനിയിപ്പോ ചോദിക്കാന്ന് വെച്ചാ അമ്മമ്മ ഇല്ലാട്ടാ. അമ്മമ്മ പോയിട്ട് ഇപ്പൊ 1 കൊല്ലം കഴിഞ്ഞു. കാണിക്കത് 7 എണ്ണം. ആ ഇതുപോലെ ഇതിന്റെ ഉള്ളിലൂടെ കയറെടുത്തിട്ട് വെക്കണം അല്ലേ? ഇനിയിപ്പോ അത് മടക്കുമല്ലേ ചെയ്യാ? മടക്കിയത് ഇപ്പൊ ഇതിങ്ങനെ ഇതിന്റെ അറ്റം ഇങ്ങോട്ടാക്കിയിട്ട് ഇതിങ്ങനെ ഒരുപോലെ മടക്കി
ഇങ്ങനെ എടുത്തില്ലേ എന്നിട്ട് ചവിട്ടി പിടിക്കണം അല്ലേ? ഇങ്ങനെ ചവിട്ടി പിടിക്കാം. ഇവിടെ JCB വന്നിട്ടുണ്ട് ഗൈസ്. ഇതപ്പം എനിക്കുള്ളൊരു പണിയാണ്. ഈ JCB എന്തെങ്കിലും ഒരു കാര്യം എടുക്കുമ്പോഴായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും സൗണ്ട്. മടഞ്ഞ് മടഞ്ഞ് വരിക. അവിടെ ചവിട്ടി വരത്ത് ചവിട്ടി പിടിക്കണം കേട്ടോ. നല്ല വാഴ നായരാണ് കേട്ടോ ഇത്. അമ്മ ഈ നമ്മൾ ഈ ഓല ഇറുക്കിളിനെ കൊണ്ടാക്കുന്ന ജൂലു ഇതും തമ്മിൽ എന്നാ വ്യത്യാസം അമ്മ? മിറ്റടിക്കാൻ വേണ്ടിട്ട് ഏതാ സുഖോ? വേനൽക്കാലത്ത് ഇതാ സുഖം. ആ മഴക്കാലത്ത് വെള്ളവും ചളിയെല്ലാം ആവുമ്പോ ഇല ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് പോവൂലല്ലോ. ആയാ പണികൾ? ഇതാ നമ്മളെ ചൂലി മടയുന്നത് ഇങ്ങനെയാണ് കേട്ടാ. വലിയൊരു എന്താ പറയണ്ടേ, എത്ര വലിയ ഗ്ലാമർ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതാണ് നമ്മളെ മാച്ചി മടയുന്നത്. നമ്മളെ മാച്ചി ഇതാ ഇവിടെ മടഞ്ഞിട്ട് ഇത്ര വരെ മടഞ്ഞിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചല്ലേ, ഈ കയറില്ലേ ഇതിങ്ങനെ കീറിയിട്ട് രണ്ടായി കീറുക. ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു ചുറ്റി ഇപ്പുറത്തേക്കൂടിയും ഈ ഒരു ചുറ്റിപ്പുറത്തേയും എടുക്കുക. നമ്മളെ കയറി കുറച്ച് വീതി കുറവാണ്, ഇത് നല്ല വീതി വേണേന. അത് ഉണങ്ങിയിട്ട് മുറിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചുറ്റി വന്നിട്ട് കെട്ടുക. ടൈറ്റ് കെട്ടുക അല്ലേ? ടൈറ്റിലട കെട്ടുക. പണി കഴിഞ്ഞാ? ഇല്ല. കെട്ടിയില്ലേ? ഇനി എന്നാ വേണ്ടേ? ഇതിപ്പോ പൂർത്തിയായില്ല പറ. ഇത് പൂർത്തിയായില്ല. ഇനി പൂർത്തിയായി, മാച്ച് മടഞ്ഞ് പൂർത്തിയായി. ഇനി ഒന്ന് സ്റ്റൈലാക്കണ്ടേ നമുക്ക്. അങ്ങനെയാണ് നമ്മള് ഇനി ഇങ്ങനെ ഇവിടെ കെട്ടി കൊടുക്കണം. എന്നാലും ആയില്ല അല്ലേ? ഇനി ഇതിനെ നമുക്ക് മുടിയെല്ലാം മുറിച്ചു കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മളെ മാച്ച് മടങ്ങി റെഡി ആയിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചല്ലേ, ഇതെല്ലാം മുറിച്ച് നമ്മള് മാച്ച് മടഞ്ഞിട്ട് വർഷകാലത്തേക്കെല്ലാം വെക്കൂലേ, കൊറേ മടഞ്ഞ് വെക്കൂലേ. അങ്ങനെ നമ്മളിങ്ങനെ ഇത് ഇപ്പൊ ഒന്നും ചെയ്യണ്ട, അത് ഈടി ഒരു കെട്ടും കൂടി കെട്ടിട്ട് അങ്ങ് എടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ കെട്ടി ഇപ്പൊ നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാനായോണ്ട് ഇതില്ലേ ഇത് തല മുറിച്ചാല് അത് ഒരുമിച്ച് പിടിച്ചിട്ട് മുറിക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര വലിയ വൃത്തിയൊന്നും ഇല്ല കേട്ടാ. അപ്പൊ നമ്മൾ എത്ര നാള് നമ്മൾ ഇത് ഉപയോഗിച്ചിന്. ഇപ്പൊ നമ്മൾ ടൈൽസ് ഇവിടെ ഇട്ടിട്ട് ഒരു വർഷം 1.5 കൊല്ലം ആയിട്ടുണ്ടാവും അല്ലെ നമ്മൾ ടൈൽസ് ഇട്ടിട്ട്? 2 കൊല്ലം. അതിനു മുമ്പ് നമ്മള് കോൺക്രീറ്റ് ഇട്ടിട്ടേനും ഉണ്ടായിരുന്നു നമ്മളെ അകത്ത്. ആ സമയത്തെല്ലാം നമ്മൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അകത്തും അടിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കല്. അതെ അതെ അതെ. ടൈൽസ് ഇട്ടതിന് ശേഷമാണ് നമ്മള് ചൂല് വാങ്ങാൻ തുടങ്ങിയത്.
എന്തായാലും അതെ മുറ്റടിക്കാൻ നമ്മൾ ഇത് തന്നെയല്ലേ ഉപയോഗിക്കില്ലേ? അതെ. അല്ല വേറെ വേറെ മാച്ച് മടങ്ങി വെക്കും. ഇതിപ്പോ അമ്മ മടയുന്ന കണ്ടിട്ട് ഇപ്പൊ ഒരാള് അപ്പുറത്തുനിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഓ ഇത് മറ്റേ റെഡിമെയ്ഡ് ചൂലാട്ടാ. ഇതേടെ നിങ്ങൾക്ക് തൊണ്ട് കിട്ടീനി. അപ്പൊ ഇതിന് മടയണ്ട, ഇത് എളുപ്പപ്പണിയല്ലേ. മടയണ ഇത് ഇങ്ങനെയൊന്നല്ലടാ, നമുക്കിന്ന് പോണ്ടേ. ഇനി മാച്ചി മടിയുന്നതിന് നിങ്ങളെ ഗുരുവാരാന്നെന്റെ എല്ലാരും അമ്മമാറാ മാച്ചി മടയാൻ വേണ്ടി പഠിപ്പിച്ച്. അതാമ്മ എന്നെ പഠിപ്പിക്കാൻ നിങ്ങള് നിങ്ങളല്ലേ അമ്മ പഠിപ്പിച്ചു പറഞ്ഞ. അമ്മ പഠിപ്പിച്ചന്നെ, അമ്മ മടിയുമ്പോ നമ്മള് നോക്കി പഠിക്കൂ. അപ്പൊ ഗൈസ് ഏന്റി പിന്നെ മാച്ചി മടയാൻ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലാട്ടാ, വെറുതെ സൊള്ളുന്നയാന്ന് ഏന്റി. അപ്പൊ ഇതാ എല്ലാരും ഒന്ന് ആക്കി നോക്കട്ടാ മാച്ചി ഇതുപോലെ ചൂല് കുഞ്ഞു വീഡിയോ ആണ് കേട്ടാ. അപ്പൊ ഞാനിങ്ങനെ അമ്മ ഇത് മാച്ചി ഇങ്ങനെ മടയുന്നുണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേറെ ദിവസം കാണാം കേട്ടോ. ബൈ.